Today we are going to discuss about safety practices. In that safety practices, personal hygiene. വ്യക്തിപരമായ ശുചിത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ പനി അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊക്കെ കണ്ണ് സൂക്കേടൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഈ സമ്മർ സീസണിൽ മക്കൾക്ക് പെട്ടെന്ന് അസുഖം വരുന്ന ഒരു സമയമാണ്. അതേപോലെ റെയിനി സീസണിന്റെ സ്റ്റാർട്ടിങ്. അതുകൊണ്ട് ഈ സമയത്ത് നടക്കുന്ന കാര്യങ്ങളിൽ പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അത് ജസ്റ്റ് ഒരു ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തിയറി ബേസ്ഡ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഹൈജീൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ത്രൂ മെയിൻറ്റെയിനിങ് എ ക്ലീൻ ബോഡി ആൻഡ് എൻവയോൺമെന്റ് അറൌണ്ട് us. ഹൈജീൻ എന്ന് പറയുന്നത് തന്നെ എന്താ, നല്ലൊരു ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ നല്ലൊരു ശുചിത്വമുള്ള ഒരു ശരീരം കാത്തു സൂക്ഷിക്കുക, നമ്മളുടെ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ക്ലീൻ ബോഡി ആൻഡ് അറൌണ്ട് എൻവയോൺമെന്റ് അറൌണ്ട് us, നമ്മളുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തില് ആ ഒരു സാഹചര്യവും നമ്മളുടെ ബോഡി ക്ലീൻ ആയിട്ട് സൂക്ഷിച്ച് നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഹൈജീൻ അല്ലെങ്കിൽ ശുചിത്വം എന്ന് പറയുന്നത് തന്നെ. ഗുഡ് ഹൈജീൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസസ് ടു ഹെൽപ്പ് വിത്ത് ദി പ്രിവെൻഷൻ ആൻഡ് സ്പ്രെഡിങ് ഓഫ് ഇൻഫെക്ഷൻസ് ആൻഡ് ഡിസീസസ്. പൂർണ്ണമായ ശുചിത്വം അല്ലെങ്കിൽ നല്ല ശുചിത്വം എന്ന് പറയുന്നത് എന്താ, ഒരു പരിധിവരെ ഇൻഫെക്ഷൻസും ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാതെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് പകർന്നു പിടിക്കാതെയൊക്കെ മാക്സിമം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഗുഡ് ഹൈജീൻ എന്ന് പറയുന്നത്. ഗുഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഹെൽപ്സ് അവർ ബോഡി ആൻഡ് മൈൻഡ് ഫങ്ഷൻ പ്രോപ്പർലി വിതൗട്ട് പെയിൻ, ആൻസൈറ്റി, ഡിപ്രഷൻ ഓർ ഡിസ്കംഫർട്ട്. നമ്മളുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഗുഡ് ഫിസിക്കൽ, നല്ല ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ആയിരിക്കാൻ സാധിക്കുമ്പോഴാണ്, അതായത് നമുക്ക് വേദനയോ ആൻസൈറ്റിയോ ഡിപ്രഷനോ ഡിസ്കംഫർട്ടോ ഇതൊന്നുമില്ലാതെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, നമ്മൾ നല്ല ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി ഏത് രീതിയിൽ എടുത്താലും നമ്മൾ എല്ലാ മേഖലയിലും നന്നായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. Improper hygiene causes diseases which can negatively impact our physical and mental well-being. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളുടെ ശുചിത്വമില്ലായ്മയാണ് ഒരുമിക്ക അസുഖങ്ങളുടെയും കാരണം. പ്രത്യേകിച്ച് എന്തെങ്കിലും പകർച്ചവ്യാധികളുടെയൊക്കെ കാരണം ശുചിത്വമില്ലായ്മ. അത് ചെറിയ മക്കളുടെ ക്ലാസ്സിൽ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട്. കാരണം ഒരാൾ ചിലപ്പോൾ കടിച്ച റബ്ബറും പെൻസിലും എടുത്ത് അടുത്ത ആൾ കടിക്കും, അല്ലെങ്കിൽ ടോയ്സ് ഉപയോഗിക്കും, പിന്നെ ചിലപ്പോൾ ഭക്ഷണം ഷെയർ ചെയ്യുന്നത് അവരങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നതിൽ തെറ്റുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരുടെ കൈ കഴുകുന്നത് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്, അതിന്റെയൊക്കെ ഇംപ്രോപ്പർ ഹൈജീൻ. കാരണം മക്കൾക്ക് അറിയില്ല, അവരത് ശീലിച്ച് വരുന്ന പ്രായമേ ആയിട്ടുള്ളൂ. അപ്പൊ ആ ഇംപ്രോപ്പർ ഹൈജീൻ ആണ് ഒരുമിക്ക അസുഖങ്ങളുടെയും കാരണം. Poor hygiene causes us to smell bad, develop infections and contract diseases such as flu, common cold, E. coli, salmonella and skin diseases such as ringworm and scabies. അതായത് നമുക്ക് അസുഖങ്ങളുടെ വരുന്ന കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുവർ ഹൈജീൻ, ശുചിത്വമില്ലായ്മയാണ് നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ കാരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരുന്നതിന് കാരണമാകുന്നത്. Other problems such as tooth decay, lice in the hair, foot infections are caused due to poor hygiene. അതേപോലെ തന്നെ വരുന്നതാണ് തലയിൽ പെയിൻ വരുന്നത്, പല്ലിന് കേട്, ഫുട്ട് ഇൻഫെക്ഷൻസ്, കാലിന് നമ്മൾ ഒരു വളം കടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് അസുഖങ്ങൾ കാലിനെ കേട്ട് വരിക, പിന്നെ കോമൺ കോൾഡ്, ജലദോഷം, ഫ്ലൂ, ഈക്കോളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കോമൺ ആയിട്ട് പിള്ളേരുടെ ഇടയിൽ കാണാറുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പ്രധാന കാരണം പുവർ ഹൈജീൻ ആണ്. ശുചിത്വക്കുറവിന്റെ ഒരു മേഖലയിലാണ് ഇതെല്ലാം പ്രധാനമായിട്ടും കാണുന്നത്. ഇനി നമുക്ക് എങ്ങനെ നല്ലൊരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാട്ടോ, ഞാൻ ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ. ഇനി വാഷിംഗ് ഹാൻഡ്സ്, ഫേസ്, ഹെയർ ആൻഡ് അതർ ബോഡി പാർട്സ് ഫ്രീക്വന്റ്ലി. നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക, ഹെയർ വാഷ് ചെയ്യുക, അതേപോലെ പറ്റാവുന്ന ബോഡി പാർട്സ് കാലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിലും ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം കൈകൾ കഴുകുന്നതൊക്കെ ശ്രദ്ധിക്കാം. ദെൻ ബ്രഷിംഗ് ഓർ ക്ലീനിങ് ടീത്ത് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ബ്രഷ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ട്വൈസ് ആണ് മക്കളെ പഠിപ്പിക്കുന്നത്, മാക്സിമം ട്വൈസ് 2 തവണയെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷെ ഒരു തവണയെങ്കിലും
മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. Cleaning the living quarters, including frequent change of clean bed sheets, pillow covers, and changing personal clothes, undergarments frequently. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന മേഖലയാണ് നമ്മൾ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന സ്ഥലം, നമ്മളുടെ വീട്ടില് പ്രത്യേകിച്ച് നമ്മളുടെ ബെഡ്റൂം, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവറ്, നമ്മൾ ഡെയിലി ഇടുന്ന ഡ്രസ്സ്, അണ്ടർ ഗാർമെന്റ്സ്, ഇതൊക്കെ ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ കഴുകേണ്ട സമയത്ത് അത് കഴുകി മാക്സിമം സൺലൈറ്റിൽ തന്നെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Using care to avoid soiling clothes and body parts when urinating, vomiting, or unrelieving oneself in toilet. ഇപ്പൊ അറിയാതെ യൂറിനേറ്റ് ആയിപ്പോയാലോ വൊമിറ്റ് ചെയ്താലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഡ്രസ്സ് അത് വേഗം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് തന്നെ ധരിച്ചിട്ട് ഇരിക്കുന്നത് മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നതിന് കാരണമാകും. വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്, എസ്പെഷ്യലി ആഫ്റ്റർ ടച്ചിങ് ആനിമൽസ്. അത് ഈവൻ നമ്മളുടെ പെറ്റ് ആനിമൽസ് ആണെങ്കിൽ പോലും നമ്മൾ ചെറിയ മക്കൾക്ക് കൊടുക്കേണ്ട വലിയൊരു അവയർനെസ് ആണ്. അവരെ ടച്ച് ചെയ്തിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ സോഫയിൽ കിടക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ കൂടെ ബെഡിൽ കിടക്കുന്ന പെറ്റ് ആനിമൽസ് ആയിരിക്കാം. എന്നിരുന്നാൽ പോലും അവയിലൊക്കെ ധാരാളം ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ മുൻപ് കൈകൾ നന്നായിട്ട് കഴുകുക. Then holding a tissue or handkerchief over a mouth when coughing or sneezing, to use hands, make sure to wash them afterwards. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കുക. ഇനി അഥവാ നമ്മൾ കൈകൾ ഉപയോഗിച്ചിട്ടാണ് മറിച്ചതെങ്കിൽ എന്ത് ചെയ്യുക, കൈകൾ ഉടനെ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സെപ്പറേഷൻ ഓഫ് ഹാബിറ്റ്സ് സച്ച് as nose picking, then touching the face, etc. അതേപോലെ ചില പിള്ളേർക്കുണ്ട് മൂക്കിൽ കൈയിടല്, മൂക്കിൽ ഇങ്ങനെ കൈയിട്ടുകൊണ്ടിരിക്കല്, അത് കഴിഞ്ഞിട്ട് അത് മുഖത്ത് തൊടുക, വായ വെക്കുക, കണ്ണിൽ വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി കൊടുക്കുക എന്നുള്ളത്. ദെൻ നഖം കടിക്കുന്ന സ്വഭാവം അത് ശ്രദ്ധിക്കുക. ദെൻ വാഷിംഗ് ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം ഹാൻഡ് വാഷ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. Then shower every day with soap or body wash. Remember to also wash under armpits, feet with soap. It's important to be clean. Always clean your private areas. നമ്മൾ ചെറിയ മക്കൾക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഡെയിലി കുളിക്കണം. കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മളുടെ ആംപ്രിറ്റ്സ്, നമ്മളുടെ കഷം വരുന്ന സ്ഥലം, അവിടെ നമ്മളുടെ കാലുകളുടെ ഇടയിലായിട്ട്, അതേപോലെ കാലിന്റെ മടക്ക് ആ ഭാഗത്ത്, നമ്മൾ മുട്ടുകാല് മടക്കുന്ന സ്ഥലം, അവിടെയൊക്കെ, അതായത് നമ്മുടെ മടക്കുകൾ എവിടെയാണോ അധികം കൂടുതൽ വരുന്നത് അവിടെയാണ് കൂടുതൽ വേർപ്പും അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ബാക്ടീരിയാസ് അധികം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ്. അപ്പൊ അത്രയും ഭാഗം നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയണം. അതേപോലെ തന്നെ പ്രൈവറ്റ് ഏരിയാസ്, നമ്മളുടെ ഇന്റേണൽ ആയിട്ട് വരുന്ന പ്രൈവറ്റ് ഏരിയാസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ മക്കൾക്ക് ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുക. Shampoo and condition hair as needed. Most people have to wash their hair every day to prevent smell and grease. Remember to scrub your scalp and rinse all the product out of your hair until it is squeaky clean. Use a good smelling hair product. Keep it nice and neat. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇപ്പോ എല്ലാവരും തന്നെ, എനിക്ക് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണെങ്കിലും ഡെയിലി ചിലപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് ലോങ് ഹെയർ ഉള്ളേ ചിലപ്പോൾ എല്ലാ ദിവസവും വാഷ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ മാക്സിമം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതായതുകൊണ്ട് സാഹചര്യം നോക്കിയിട്ട്, ചിലപ്പോ എന്തെങ്കിലും തുമ്മൽ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു കുട്ടികളൊക്കെ ആണെങ്കിൽ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യുക. ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണെങ്കിലും. അതേപോലെ അത് ഉപയോഗിക്കുമ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു സ്മെൽ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ ആഴ്ചയിലൊന്ന് താളിയോ അങ്ങനെയൊക്കെ തേച്ച് കുളിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. യൂസ് റോൾ ഓൺ നോട്ട് സ്പ്രേ ഡിയോഡ്രന്റ് ടു പ്രിവെന്റ് ആംപ്രിറ്റ് ഓഡർ. അതേപോലെ റോൾ ഓൺ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്പ്രേയോ ഡിയോഡ്രന്റോ വേണ്ട, മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളെപ്പോഴും നല്ല ഹെൽത്തി അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഉള്ള ഈ ദുർഗന്ധമൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. യൂസ് എ ലോഷൻ ടു സ്മൂത്ത് ഔട്ട് ഡ്രൈ സ്കിൻ. അതേപോലെ പ്രത്യേകിച്ച് ഇപ്പൊ ഈ വരണ്ട കാലാവസ്ഥ നമുക്കറിയാം, രാത്രി ആകുമ്പോഴേക്കും ചെറിയൊരു തണുപ്പും പകല് ഭയങ്കര ചൂടുമാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് നമ്മളുടെ സ്കിൻ ഡ്രൈ ആവും. ആ സമയത്ത് എന്ത് ചെയ്യുക, ചെറിയ ലോഷൻസ്, സ്കിൻ ഡ്രൈ ആകാതിരിക്കാനുള്ള ലോഷൻസ് ഒക്കെ ഉപയോഗിച്ച് മാക്സിമം നമ്മൾ സോഫ്റ്റ് ആക്കി വെക്കുക നമ്മളുടെ ബോഡീനെ. ദിസ് ഈസ് ഓപ്ഷണൽ ആൻഡ് ഇറ്റ്സ് എസെൻഷ്യൽ.
but it's good for your skin and to prevent the look of ugly, dry, cracked skin. അപ്പൊ ആ ഒരു പെട്ടെന്ന് കാണുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഉള്ള വരണ്ട് അല്ലെങ്കിൽ വിണ്ട് കീറിയൊക്കെ ഇരിക്കുന്ന ആ ഒരു ലുക്ക് മാറി നമ്മൾ കുറെ കൂടെ ഒരു സെൽഫ് കെയർ ആണ് എന്നുള്ളത് കാണുന്നവർക്ക് പോലും ബോധ്യമാവുന്ന രീതിയിലായിരിക്കും ഈ ലോഷൻ അല്ലെങ്കിൽ ബോഡി ക്രീം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ പ്രസന്റബിൾ ആയിരിക്കും നമ്മൾ. Make sure to clean and clip your fingernails whenever they start getting white ends. Girls especially will notice if you have a long dirty nails. This counts for toenails too. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നഖം വെട്ടുന്നത്. നമ്മളുടെ നഖത്തിൽ ആ ഒരു വെള്ളപ്പാട് വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നഖങ്ങളൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഗേൾസ് ലോങ് നെയിൽസ് വളർത്തുന്നവരുണ്ട്. എന്നിരുന്നാൽ പോലും അത് ഡേർട്ടി ആയിട്ടിരിക്കാതെ അല്ലെങ്കിൽ അതിൽ മാക്സിമം നഖമൊക്കെ എപ്പോഴും നല്ല നീറ്റ് ആക്കി വെച്ച്, അത് ഈവൻ കാൽനഖമാണെങ്കിൽ പോലും മാക്സിമം അത് നീറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വലിയ നഖം വളർത്തി വെച്ചു പക്ഷെ അത് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസും ബാക്ടീരിയാസ് ഒക്കെ എഫക്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ബ്രഷ് യുവർ ടീത്ത് ആഫ്റ്റർ എവറി മീൽ ആൻഡ് ക്ലോസ് ദം അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. നമ്മൾ കഴിവതും ബ്രഷ് ചെയ്യുക. ടീത്ത് എല്ലാ ഭക്ഷണ ശേഷം എന്ന് പറഞ്ഞാലും മിനിമം 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. If you are a student, be sure to brush your teeth thoroughly every morning before school. They will look much cleaner and your breath will be fresher. അപ്പോൾ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് ബ്രഷ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് സംസാരിക്കുമ്പോൾ നമ്മളുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രഷ് ചെയ്യാതെയൊക്കെ ഇരിക്കുമ്പോൾ ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് പകരം നമ്മൾ ബ്രഷ് ചെയ്ത് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസത്തോടെ അവരോട് സംസാരിക്കാനും സാധിക്കും. അതേപോലെ നമ്മളെ കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഒരു ബാഡ് സ്മെൽ ഔൾ സ്മെല്ലൊന്നും വരാതെ കുറച്ചുകൂടി നമ്മൾ ഫ്രഷർ ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. മേക്ക് ഷുവർ to thoroughly brush your teeth and your tongue to get all the bacteria out. Using mouthwash is also highly recommended. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്നതും അതേപോലെ നമ്മൾ നാക്ക് ക്ലീൻ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കണം. മൗത്ത് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ആണ്. ജസ്റ്റ് ഒന്നുകൂടെ ഞങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോ പറയുന്നത്. അപ്പൊ ഇത് കാണാതെ പഠിക്കണമെന്നൊന്നും ഇല്ല. നിങ്ങൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ നടന്നു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. യൂസ് കൊളോജിൻ ഓർ ഓയിൽസ്. ദിസ് വിൽ ഹെൽപ്പ് യു കീപ് യു സ്മെല്ലിംഗ് ഗുഡ് ത്രൂ ഔട്ട് ദി ഡേ. ചില നല്ല ഓയിൽസോ അല്ലെങ്കിൽ കൊളോജൻ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമ്മൾ നല്ല സ്മെല്ല്, നമ്മൾക്ക് മറ്റ് എന്താ പറയുന്നത് വേർതിരിക്കുന്ന ഒരു മണമൊന്നും ഇല്ലാതെ കുറെ കൂടി നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. Wash your face every day with the face cleaners to prevent ache. Wash each morning when you get up and each night before you go to bed. നമ്മൾ കഴിവതും ഫേസ് ക്ലീനേഴ്സ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മളുടെ മുഖങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത് ഒരു പരിധി വരെ കുരു ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ നമ്മളുടെ മുഖം ഡേർട്ടി ആയിട്ടിരിക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് കുറയും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് മാറിക്കിട്ടും. അതേപോലെ ഞാൻ പറയുന്നത് ഞങ്ങളിപ്പോ സ്കൂളിൽ പോകുമ്പോഴാണ് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ചെറിയൊരു ഫേസ് വാഷ് നമ്മളുടെ ഹാൻഡ് ബാഗിലൊക്കെ വെക്കുന്നത് നല്ലതാണ്. കാരണം പുറത്തു പോയി കഴിഞ്ഞാൽ ആ മുഖം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, നമ്മളിപ്പോ ബസ്സിനോ അല്ലെങ്കിൽ 2 വീലറിനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഇന്ന് ഭയങ്കര പൊടിയാ പുറത്ത്. അപ്പൊ ഒന്ന് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് നമ്മളുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. നമ്മളുടെ ആ ടയർഡ്നെസ് മാറും. അതേപോലെ കാണുന്നവർക്കും നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് തോന്നും. Then don't wear dirty clothes and wash your clothes regularly. You can sometimes wear the same jeans twice. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മാക്സിമം നല്ല വസ്ത്രം, അതായത് നല്ലതെന്ന് ഉദ്ദേശിച്ചത് കഴുകി വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ക്ലോത്ത് ചേഞ്ച് ചെയ്യാനായിട്ട്. അതേപോലെ ചില സമയത്ത് നമുക്കറിയാം ജീൻസ് നമ്മൾ 2-3 തവണയൊക്കെ ഉപയോഗിക്കും. അത് മാക്സിമം 2 തവണ അല്ലെങ്കിൽ ഒരു 3 തവണയൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം. കൂടുതൽ തവണ ഉപയോഗിക്കരുത്. അതേപോലെ ഡോണ്ട് വിയർ സെയിം ടീഷർട്ട്, സോക്സ് ഓർ ബോക്സേഴ്സ് മോർ ദാൻ വൺസ്. ടീഷർട്ട്, സോക്സ്, ബോക്സേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ഡേ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വാഷ് യുവർ ക്ലോത്ത്സ് ഗെറ്റ് ഡർട്ടി ഓർ ഇഫ് യു ഹാവ് worn them more than 2 times, make sure that to wash them before wearing them again. മാക്സിമം 2 തവണ ഉപയോഗിക്കുക, അതിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Take off your shoes as soon as you get home so that
so they can air out and dry out. നമ്മൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ ഉടനെ എന്ത് ചെയ്യുക, ഷൂ ഊരി മാറ്റി വെച്ചിട്ട് മാക്സിമം അത് എന്താ ഉണങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ഷൂ ഒക്കെ അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫൗൾ സ്മെല്ല് വരുന്നുള്ളതാണെന്ന്. അപ്പൊ അതിനൊന്നും ഇടവരുത്താതെ നല്ല രീതിയിൽ തന്നെ ഷൂ ഊരി വെച്ച് മാക്സിമം അതിനകത്ത് എയർ കയറി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. വിയർ സോക്സ് വെൻ യു വിയർ ഷൂസ്. നമ്മൾ എപ്പോഴൊക്കെ ഷൂ ധരിക്കുന്നോ അപ്പോഴൊക്കെ സോക്സ് ധരിക്കുക. Each foot sweats a lot during the day, so your shoes will smell pretty bad if you don't wear socks. Socks ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മളുടെ കാലുകള് പെട്ടെന്ന് വേർക്കും. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഷൂവിന്റെ അകത്ത് ഇട്ട് വെക്കുമ്പോൾ ഡേ ടൈമിൽ ഭയങ്കരമായിട്ട് നമ്മൾ വേർക്കും. ആ സമയത്ത് നമ്മളുടെ ഷൂവിന് ബാഡ് സ്മെല്ല് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Wear undershirts to help keep your regular shirt smelling fresher. അതുപോലെ ഇന്നർ ബനിയൻ ഇടുന്നത് ശ്രദ്ധിക്കണം. അത് ആണുങ്ങളുടെ കാര്യത്തിൽ പറയുന്നതാണ്. അപ്പൊ അത് നമ്മളുടെ പുറമേ ഉള്ള ഡ്രസ്സിലേക്ക് പെട്ടെന്ന് വേർപ്പ് വരുന്നതിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ല് വരുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യും. മേക്ക് ഷുവർ ടു always use a good deodorant, especially as you get older. Deodorant will be an extreme necessity. എപ്പോഴും ഒരു ഡിയോഡറന്റ് അല്ലെങ്കിൽ ഒരു എയർ ഫ്രഷ്നർ, നല്ലൊരു ബോഡി ഫ്രഷ്നർ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ദിവസം ചെല്ലുന്തോറും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ, ഗ്രോയിങ് സ്റ്റേജിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്വെറ്റ് പുറത്തേക്ക് വരും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഡിയോഡറന്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ വിയർ ക്ലീൻ ക്ലോത്ത്സ്. അത് ഓൾറെഡി പറഞ്ഞു, നമ്മൾ ക്ലീൻ ക്ലോത്ത്സ് ധരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതേപോലെ ഹെയർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളുടെ ഹെയർ ശ്രദ്ധിക്കുക. ദെൻ നെയിൽസ് ശ്രദ്ധിക്കുക. നമ്മുടെ മുടികള് ആൺകുട്ടികളാണെങ്കിൽ വെട്ടേണ്ട സമയത്ത് വെട്ടി ഒതുക്കി നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കാൻ, പെൺകുട്ടികളാണെങ്കിൽ ചീകി നല്ല വൃത്തിയായിട്ട് കെട്ടിവെക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് കെട്ടിവെച്ച്, പിന്നെ അതേപോലെ വാഷ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു, ഷാംപൂ, കണ്ടീഷണർ, താളിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ആ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഡെന്റൽ ഹൈജീൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ഡെന്റൽ ഹൈജീൻ, പല്ലുകൾക്ക് ഉള്ള, നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളുടെ കാര്യത്തിലാണ് പറയുന്നത്. ഇതെല്ലാം നമ്മളുടെ മുന്നിലിരിക്കുന്ന മക്കളിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഡെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്, മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത്, അതേപോലെ നാക്ക് ക്ലീൻ ചെയ്യുന്നത്, പിന്നെ ഇനി പല്ലിനൊക്കെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ് പ്രോപ്പർ ടൈമിൽ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെന്റൽ ഹൈജീൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ എപ്പോഴും രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വാഷിംഗ് യുവർ ബെഡ് വൺസ് എ വീക്ക് ഓർ ട്വൈസ്. അതായത് ഇനി നമ്മളുടെ നനഞ്ഞ മുടി കൊണ്ട് ഒരിക്കലും ബെഡിൽ പോയി കിടക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഡാൻഡ്രഫ് ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഓയിൽ ക്യാൻ ബിൽഡ് അപ്പ് ആൻഡ് കോസ് മോർ ഏക്ക് ഫോർ യു. നമ്മളുടെ ഇതിലും ഓയിൽ കാരണം ഭയങ്കരമായിട്ട് മുഖക്കുരു ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോ അതേപോലെ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാവും. ഈ ഓയിൽ അധികം വന്നു കഴിയുമ്പോൾ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ഈ നനഞ്ഞ മുടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ബെഡില് കിടക്കരുത്. ഇത് ഡാൻഡ്രഫ് ഉണ്ടാവുന്നതിന് കാരണമാകും. വാഷ് യുവർ ഹെയർ എവറി അതർ ഡേ. ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും വാഷ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ മിനിമം 3 തവണയെങ്കിലും വാഷ് ചെയ്യുക. ആ വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അതിനെ കെയർ ചെയ്ത് വാഷ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ ആഫ്റ്റർ ടേക്കിംഗ് ഷവർ, നമ്മൾ കുളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഡിയോഡറന്റ് യൂസ് ചെയ്യുക, ക്ലീൻ ഡ്രസ്സ് ധരിക്കുക, പെർഫ്യൂമോ അല്ലെങ്കിൽ കൊളാജൻ അങ്ങനെ വലിയ മുതിർന്നവരിൽ അതൊക്കെ ഉപയോഗിക്കാം. മക്കൾക്ക്, ചെറിയ മക്കൾക്കാവുമ്പോൾ അത് ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായി ഇപ്പൊ ധാരാളം സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പറയുന്ന പോയിന്റ്സ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് പേഴ്സണൽ ഹൈജീൻ ആയിരുന്നു, അതായത് വ്യക്തിപരമായ ശുചിത്വം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച്. വൈ ഈസ് ഫുഡ് സേഫ്റ്റി ഈസ് സോ ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ഫുഡ് സേഫ്റ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്? പ്രോപ്പർ ഫുഡ് പ്രിപ്പറേഷൻ പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് foodborne illness from bacteria such as E. coli, Salmonella, Campylobacter,
ആൻഡ് ലിസ്റ്റേറിയ, അതായത് ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈക്കോളി, സാൽമോണെല്ല അങ്ങനെയുള്ളതെന്നൊക്കെ പറയുന്നത് നമുക്ക് ഭക്ഷണത്തിലൂടെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരുകളാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരം ബാക്ടീരിയയുടെ ആക്രമണമൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻക്ലൂഡ് knowing how to select foods in the grocery store, then storing them properly and cooking them safely, plus cleaning up well afterward. അതായത് നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, എങ്ങനെയാണ് നല്ല ഗ്രോസറി സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാം, എങ്ങനെയാണ് അത് കുക്ക് ചെയ്യുന്നത്, കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്, വെസൽസ് ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും നമ്മളുടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മളുടെ ഫുഡ് സേഫ്റ്റിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുവാന്ന് വെക്കുക, ബൈയിങ് ഫുഡ്, അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബൈയിങ് സേഫ് ഫുഡ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സേഫ് ഫുഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഫ്രഷ്നെസ് എൻഷുർ ചെയ്യണം. റെഫ്രിജറേറ്റഡ് ഐറ്റംസ് ഷുഡ് ബി പുട്ട് ഇൻ യുവർ കാർട്ട് ലാസ്റ്റ്. നമ്മൾ റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള, അതായത് തണുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന കൂട്ട ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ പോയി വാങ്ങുന്ന സമയത്ത് കേട്ടോ. Keep meat separate from other items. മീറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക, അതായത് ഗ്രോസറിയും ഈ മീറ്റും ഫിഷും എല്ലാം കൂടെ ഒരുമിച്ചിടാതെ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. If you drive home is longer than 1 hour, consider putting these items in cooler to keep them fresh. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ലോങ് ഡിസ്റ്റൻസിലാണ് ഡ്രൈവ് ചെയ്ത് പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വാങ്ങുന്ന ഐറ്റംസ് എന്ത് ചെയ്യുക, അതായത് മീറ്റ്, ഫിഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല കൂളായിട്ട് കൂളറിൽ വെക്കാനോ അല്ലെങ്കിൽ AC ഓൺ ചെയ്തിട്ട് അതിനകത്ത് വെക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. When purchasing packaged meat, poultry or fish, check the expiration date on the label. Even if the expiration date is still acceptable, don't buy fish or meat that smell or look strange. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാവുള്ളൂ. ഇനി അഥവാ എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നെ കാണാൻ അതിന് ഒരു വൃത്തിയില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ വാങ്ങരുത്. അതേപോലെ also check inside the egg cartons, make sure the eggs which should be grade A or grade AA are clean and free from cracks. അതേപോലെ നമ്മൾ മുട്ട വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ആ മുട്ടയുടെ ബോക്സിന്റെ പുറത്ത് ഒന്നില്ലെങ്കിൽ ഗ്രേഡ് A എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗ്രേഡ് AA എന്ന് എഴുതിയിട്ടുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മോസ്റ്റ്ലി ക്ലീൻ ആയിട്ടുള്ള എഗ്ഗ്. അതേപോലെ തന്നെ ഫ്രീ ഫ്രം ക്രാക്സ്, പൊട്ടലൊന്നും ഇല്ലാത്ത മുട്ടയാണ് നമ്മൾ വാങ്ങുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വാങ്ങാൻ പാടില്ലാത്തത് എന്താന്നാ പറയുന്നത്, ഫ്രൂട്ട്സ് വിത്ത് ബ്രോക്കൺ സ്കിൻ, തോലി ചതഞ്ഞതും പൊട്ടിയതും അല്ലെങ്കിൽ കീറിയൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള ഫ്രൂട്ട്സുകളൊന്നും വാങ്ങരുത്. അൺപാസ്ചറൈസ്ഡ് സിഡേഴ്സ് ഓർ ജ്യൂസസും അൺപാസ്ചറൈസ്ഡ് അല്ലാത്തതൊന്നും വാങ്ങരുത്. പ്രീ സ്റ്റഫ്ഡ് മീറ്റ് ഓർ ചിക്കൻസ്, ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമുക്ക് ഫ്രഷ് അല്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള ടൈപ്പ് പ്രീ സ്റ്റഫ്ഡ് ആയിട്ടുള്ള മീറ്റോ ചിക്കനോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങരുത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ടൈം ഇത്ര ആയതുകൊണ്ടാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഞങ്ങൾക്ക്? ഇത് ക്ലിയർ ആണോ? എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറയാവോ? ക്ലിയർ ആയോ? പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളതല്ല, ഞാൻ വീണ്ടും അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നത്, ജസ്റ്റ് ഞങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഹൈജീൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നുള്ളൂ. ഓക്കെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ടോപ്പിക്സ് ആയിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ.